ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് മകയിരം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരും. ഈ മകയിരം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് ഏപ്രിൽ മാസം 2025 ആണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. ഇതിലെടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാവുന്നൊരു സമയമാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിന് തുല്യമായിട്ടുള്ള ഒരു കൺഗ്രാജുലേഷൻ അല്ലെങ്കിൽ ഒരു പ്രശസ്തി അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സമയമാണ്. അധ്യാപക ജോലി ചെയ്യുന്നവർക്കൊക്കെ കാലം അനുകൂലമായിട്ട് കാണുന്നു. ഗുണകരമായ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർക്ക്, ഈ ഓഫീസ് സ്റ്റാഫായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് ഹിതകരമല്ലാത്ത സ്ഥലം മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർക്കൊക്കെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓഫീസ് ടൈമിലൊക്കെ ഒന്ന് ഉഴപ്പുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വരുമാനം കണ്ടിരിക്കുന്ന മകയിരം നക്ഷത്രക്കാർക്ക് ഗുണകരമായിട്ട് കാണുന്നു. കൃഷിയിൽ നിന്ന് ഗുണകരമായ ലാഭം ഉണ്ടാകുന്നതാണ്, സമ്പാദ്യം ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ വരുമാനം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ അരുതാത്ത വാഗ്ദാനങ്ങൾ മൂലം ഉറ്റ സുഹൃത്തുക്കളുമായിട്ട് അകലേണ്ട സാഹചര്യം കാണുന്നുണ്ട് ഈ മാസങ്ങളിൽ. അപ്പോൾ ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക. അഥവാ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിയാവുന്നതും നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുക. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ വിദേശ ജോലി ലഭിക്കാനായിട്ടുള്ള സാധ്യത കാണുന്ന സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം. മറ്റുള്ളവർക്ക് സംശയം തോന്നുന്ന യാതൊരു പ്രവൃത്തികളും നിങ്ങൾ ചെയ്യരുത്. അത് കഴിയാവുന്ന ഒഴിവാക്കണം. നിങ്ങൾക്ക് ധനയോഗം നന്നായിട്ടുള്ള സമയമാണ്. ധനാഗമനം പല ദിക്കിൽ നിന്നും കാണുന്നു. സ്വജനങ്ങളെ സഹായിക്കുന്നൊരു സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം. ധനപരമായിട്ടാണെങ്കിലും മറ്റു രീതിയിലാണെങ്കിലും നിങ്ങൾ സ്വന്തം ബന്ധുക്കളെയൊക്കെ സഹായിക്കുന്നതാണ്. വ്യാപാര വിപണന മേഖലയിലൊക്കെ ഉയർച്ചയുടെ കാലമായിരിക്കും ഈ മാർച്ച് ഏപ്രിൽ മാസം. ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഗുണകരമാണ്. പൊതുരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉയർച്ചയുടെ കാലം തന്നെയാണ്. ആഗ്രഹിച്ച പോലുള്ള സീറ്റ് ലഭിക്കുക, ഉയർന്ന പദവിയിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഒരു ഡയറക്ടർ ബോർഡിലൊക്കെ ചെന്ന് കൂടാൻ പറ്റുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ രാഷ്ട്രീയത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ വൃത്തി ചെയ്യുന്നവർക്കൊക്കെ സാധിക്കുന്നതാണ്. സേവന രംഗത്ത് നിൽക്കുന്നവർക്കൊക്കെ സാധിക്കുന്നതാണ്. ജനങ്ങളുടെ മധ്യത്തിലും ഒരു ബഹുമാനമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു ശുഭചിന്ത ഉണ്ടാകുന്നൊരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം. അതുണ്ടാകുന്നത് നന്നതായിരിക്കും. നിങ്ങൾക്ക് സക്സസ് ഇച്ചിരി കൂടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മനോവിഷമം, ആവശ്യമില്ലാത്ത വേവലാതി എടുത്ത് വെച്ച് എന്താ പറയുക, നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യം വരെ ആലോചിച്ചിട്ട് തല ഉണ്ടാക്കുന്നൊരു പ്രവണത കാണുന്നുണ്ട്. നല്ല ശുഭകരമായ കാര്യങ്ങൾ നടന്നാലും നെക്സ്റ്റ് എന്തായിരിക്കുമെന്ന് ഓർത്തിട്ട് വേവലാതിപ്പെടുന്നൊരു സാഹചര്യം നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമില്ലാത്തതാണ്. ഗുണമായാലും ദോഷമായാലും നമ്മൾ എന്താ പറയുക അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. വന്നെടുത്ത് വെച്ച് കാണാമെന്നുള്ളൊരു നിലപാടായിരിക്കും നല്ലത്. അങ്ങനെയുള്ളൊരു മനസ്സ് സാന്നിധ്യം ഉണ്ടാകും, ഒരു ഇച്ഛാശക്തി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. അതുകൊണ്ട് പറഞ്ഞാണ്. നിങ്ങൾ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആരോഗ്യത്തിൽ തൃണവൽഗണിച്ചുകൊണ്ട് ജോലിയിൽ സദാ വ്യാപൃതരാകരുത്, അല്ലെങ്കിൽ ട്രാവലിങ്ങിലൊക്കെ വ്യാപൃതരാകരുത്. അതൊക്കെ ചില്ലറ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അപവാദങ്ങളൊക്കെ മനോവിഷയത്തിന് ഇടയാക്കും. കുടുംബത്തിലുള്ളവരായിക്കോട്ടെ, മറ്റു സുഹൃത്തുക്കളായിക്കോട്ടെ, കൂടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങളെക്കുറിച്ച് കിംവദന്തികൾ പറയാനുള്ള സാധ്യതയുണ്ട്. അരുതാത്തത് പറയാനുള്ള സാധ്യതയുണ്ട്. ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഒരു മോശപ്പെട്ട കഥാപാത്രമാണ് എന്ന് വരുത്താൻ അല്ലെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാൻ ഇവർ സദാ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ അറിയുമ്പോൾ ചെറിയൊരു മനോവിഷമമൊക്കെ ഉണ്ടാക്കും. അതൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. അവരുമായിട്ടൊക്കെ തർക്കിക്കാൻ പോകാതിരിക്കുക. ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റേ ചെവിയിൽ കൂടി കളയുക. നമുക്ക് സഹിക്കാൻ വയ്യാത്തതാണെങ്കിൽ അവരോട് സോറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ പറഞ്ഞുകൊടുന്ന് ഒഴിഞ്ഞു പോവുക. തർക്കിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് ശത്രുത ഉണ്ടാക്കി വെക്കുന്നതാണ് അവർ. ഒത്തിരി നമ്മൾ തർക്കിക്കും തോറും എന്താ പറയുക, നമ്മൾ കുറേ കൂടി മോശക്കാരനായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ പോകാതിരിക്കുക.
പോകേണ്ടി വന്നാലും ആൾക്കാരുമായിട്ട് തർക്കിക്കാതിരിക്കുക. ആവശ്യമില്ലാത്ത തർക്കം കൊണ്ട് ഇങ്ങോട്ട് വന്നാലും ഒഴിഞ്ഞു മാറി പോവുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി പറഞ്ഞിട്ടില്ല, ആരെങ്കിലും ഒരു മിസ്ഡ് കോൾ അടിച്ചാൽ ഒരു എമർജൻസി പറഞ്ഞിട്ട് അവിടുന്ന് മെല്ലെ വിട്ടു പോവുക. അതായിരിക്കും ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് കാലം അനുകൂലമൊക്കെ ആണ്, എങ്കിലും മനസ്സെപ്പോഴും ദുർബലമായിക്കൊണ്ടിരിക്കും. അരുതാത്ത ചിന്തകൾ മൂലം നിങ്ങൾക്കൊരു പേടിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. കുടുംബത്തിലുണ്ടായിരുന്ന ദീർഘനാളായിട്ടുണ്ടായിരുന്ന അലോഹ്യങ്ങളും അകൽച്ചയൊക്കെ മാറിക്കെട്ടി ഒരു കുടുംബത്തിലൊരു ഊഷ്മളകരമായൊരു അന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്നതാണ് ഏപ്രിൽ അവസാനമൊക്കെ ആകുമ്പോൾ. പൊതുവെ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിലുള്ളതല്ല. നമ്മുടെ ഈ മോശമായ ചില വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളൊരു മോശക്കാരനാക്കാൻ ശ്രമിക്കുന്ന ചില പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഒഴിച്ചാൽ പൊതുവെ കാലം അനുകൂലമാണ്. നിങ്ങൾക്ക് ഗുണഫലങ്ങളുടെ മാറ്റ് വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കുകയും ഭഗവാന് 21 ചെറുനാരങ്ങയിൽ കോർത്ത മാല സമർപ്പിക്കുകയും ചെയ്യുക. പറ്റിയാൽ സ്കന്ദപുരാണ പാരായണം ചെയ്യുക. ഹരോ ഹരോ ഹര ഹര എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. പഴനിയിൽ പോകുന്നത് നല്ലതാണ്. തലമുണ്ടനം ചെയ്യുന്നത് ഗുണകരമാണ്. ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് രക്തപുഷ്പാഞ്ജലി കഴിക്കുക. വെള്ളിയാഴ്ചകളിൽ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് ഗുരുതി വഴിപാട് കഴിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലം ഒരുവിധം അനുകൂലമായിട്ട് ദോഷഫലങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്നതാണ്. എങ്കിലും നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളിൽ അനുഭവിക്കുക തന്നെ വേണം. അതിനോർത്ത് വ്യാപാലാതിപ്പെടാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, ബാക്കിയൊക്കെ ദൈവത്തിന് സമർപ്പിക്കുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലം വളരെ ഗുണകരമായിട്ട് മുന്നോട്ട് പോകും. അശുഭചിന്തകളൊക്കെ വിടിഞ്ഞ് ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.